വിദ്യാഭ്യാസത്തിന് എന്ന പേരിൽ ഭർത്താവിനെ കൊണ്ട് 10 ലക്ഷം രൂപയ്ക്ക് കിഡ്നി വിൽപ്പന നടത്തി. ആ പണവും കൊണ്ട് കാമുകനൊപ്പം ഒളിച്ചോടി യുവതി. പശ്ചിമ ബംഗാളിലെ ഹൗറ ജില്ലയിലാണ് ഇങ്ങനെയൊരു സംഭവം. പശ്ചിമ ബംഗാളിലെ ഹൗറ ജില്ലയിലെ സാൻക്രയിൽ നിന്നുള്ള ഒരു സ്ത്രീ മകളുടെ വിദ്യാഭ്യാസത്തിന് പണം നൽകാനെന്ന വ്യാജേന ഭർത്താവിന്റെ വൃക്ക 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ പ്രേരിപ്പിച്ചതായാണ് റിപ്പോർട്ട്. വിൽപ്പനയ്ക്ക് ശേഷം മുഴുവൻ തുകയും കൈക്കലാക്കി അവർ കാമുകനൊപ്പം ഒളിച്ചോടി. 1 വർഷത്തിലേറെയായി വൃക്ക വിൽക്കാൻ അവർ പ്രേരിപ്പിച്ച ഭർത്താവ് 3 മാസം മുൻപാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. ഈ പണം അവരുടെ മകൾക്ക് നല്ല ഭാവി ഉറപ്പാക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. എന്നാൽ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് 10 ലക്ഷം രൂപയുമായി ഭാര്യയെ കാണാതായതായി അറിയുന്നത്. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട കാമുകനുമായി യുവതി കഴിഞ്ഞ വർഷമായി അടുപ്പത്തിലായിരുന്നു. ഭർത്താവിന്റെ കുടുംബം ദമ്പതികളെ ബരാക്പൂരിൽ കണ്ടെത്തി. എന്നാൽ വിവാഹമോചനത്തിന് ഫയൽ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി ഭാര്യ അവരെ കാണാൻ വിസമ്മതിച്ചു. 1994 മുതൽ ഇന്ത്യയിൽ മനുഷ്യാവയവങ്ങൾ വിൽക്കുന്നത് നിയമവിരുദ്ധമാണ്. എന്നാൽ ഇത്തരം സംഭവങ്ങൾ അവയവ വ്യാപാരവും വ്യക്തിബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വെല്ലുവിളികളെ ഉയർത്തിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്.